കുട്ടികളെ നമസ്കാരം. കഴിഞ്ഞ ശ്ലോകത്തിൽ മഹാമത്സരത്തെപ്പറ്റി ഉറവങ്കര പറഞ്ഞു. ഈ ശ്ലോകത്തിലും മഹാമത്സരം തന്നെയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ കാരണവും അതിൻ്റെ ഫലവും ഉദാഹരിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത്. അന്ന് ടി വിയും റേഡിയോ ഒന്നുമില്ല, പോട്ടെ പേപ്പർ തന്നെ വളരെ അപൂർവമായിട്ട്, ബോംബെയിലോ കൽക്കത്തയിലൊക്കെ ചില പേപ്പർ വന്നായിരുന്നു, അല്ലാതെ കണ്ട് ഈ പേപ്പർ ഒന്നുമില്ല. വിവരം അറിയാൻ എങ്ങനെയൊക്കെയോ കേട്ട് പരിചയം. പക്ഷെ അദ്ദേഹം അതും ലോകത്ത് എന്തൊക്കെയാണ് നടക്കണമെന്നുള്ള വിവരങ്ങൾ അദ്ദേഹം അറിഞ്ഞിരുന്നു. അത് അറിഞ്ഞിരുന്നു മാത്രമല്ല, ശ്ലോകത്തിൽ അത് എടുത്ത് എഴുതാനും അദ്ദേഹം തയ്യാറായിരുന്നു. അത് കാരണമാണ് ഈ കവിയെ മറ്റുള്ള കവിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ശ്ലോകം 62-ാമത്തെ ശ്ലോകം നോക്കാം. ആസ്താം മിഥോ മത്സരികൾക്കു നാശം, പാർത്ഥാലത് അന്യർക്കു വരുന്നുവല്ലോ. ആസ്ത്രീയ സർവ്യാ നൃപമത്സരേണ ഹാ സ്ത്രീജനം നിഷ്ഫലമായി അസംഖ്യം. ഇതിൽ അവസാനത്തെ വരിയുണ്ടല്ലോ, ഹാ സ്ത്രീജനം നിഷ്ഫലമായി അസംഖ്യം എന്നുള്ളത് നാസ്തീഹ റഷ്യക്കിള എന്നു വന്നു എന്നൊരു പാഠഭേദവും അതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടായാലും അർത്ഥത്തിന് വ്യത്യാസമില്ല, രണ്ടായാലും അർത്ഥം വളരെ യോജിച്ച് വരികയും ചെയ്യും. ഇതിൽ മിഥ എന്നുള്ള വാക്ക് മ്യൂച്വലി റെസിപ്രോക്കലി ടു ഈച്ച് അതർ എന്നൊക്കെ അർത്ഥം. അതായത് രണ്ട് ആൾക്കാർ മത്സരിക്കുകയാണെങ്കിൽ അതിൽ രണ്ട് പാർട്ടി, അതാണ് മിഥ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആദ്യം ഇതിൻ്റെ അന്വയം നോക്കാം. മിഥ മത്സരികൾക്ക് നാശം ആസ്താം, പാർത്താൽ അത് അന്യർക്ക് വരുന്നുവല്ലോ. ആസ്ത്രീയ സെർബ്യ നൃപമത്സരേണ ഹാ സ്ത്രീജനം നിഷ്ഫലമായി അസംഖ്യം സ്ത്രീജനം നിഷ്ഫലമായി. ഈ അവസാനത്തെ വരിയിൽ പാഠഭേദമായിട്ട് ഇഹ റഷ്യയ്ക്ക് ഇള നാസ്തി എന്നു വന്നു, അങ്ങനെയും അന്വയം പറയാം. മിഥ എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേർ മത്സരിക്കുന്ന രണ്ട് പാർട്ടികൾ, അവർക്ക് നാശം വരും എന്നുള്ളത് തീർച്ചയാണ്. അത് പോട്ടെ ആണ്, അതാണ് ആസ്താം, അതവിടെ ഇരിക്കട്ടെ. പിന്നെ പാർത്താൽ ആലോചിച്ചു നോക്കിയാൽ, അത് പറഞ്ഞാൽ ആ നാശം അന്യർക്ക്, അതായത് മൂന്നാമത് പാർട്ടിക്ക് മൂന്നിലധികം, മറ്റുള്ള ഈ രണ്ട് പാർട്ടിയല്ല, മറ്റുള്ളവർക്കും ഇതിൻ്റെ ആ നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. അതായത് രണ്ടുപേര് യുദ്ധം ചെയ്താലും അവർക്ക് മാത്രമല്ല, പുറമേ ആൾക്കാർക്കും അതിൻ്റെ ദോഷം വരുന്നുണ്ട് എന്നാണ് കവി പറയുന്നത്. അത് വ്യക്തമാക്കാനാണ് ഒരു ഉദാഹരണം വഴി പറഞ്ഞ. അത് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ സംഭവവികാസങ്ങളാണ് വിസ്തരിച്ചിട്ടുള്ളത്. വളരെ സൂചന തന്നിട്ടുള്ളതെന്നർത്ഥം. ഇപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. 1914 മുതൽ 1918 വരെ ആണ് ഉണ്ടായിരുന്നത്. ഉറവങ്കര ജീവിച്ചിരുന്ന 1916 അദ്ദേഹം മരിച്ചതുകൊണ്ട്, അപ്പോൾ ലോകമഹായുദ്ധം തുടങ്ങിയിരുന്നു. അതിൻ്റെ പാർശ്വികമായിട്ടുള്ള ഫലങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഇതൊന്ന് മനസ്സിലാക്കാം. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ, ആസ്ത്രിയ സെർബിയയോട് യുദ്ധം വിളംബരം ചെയ്തു. അതിന് കാരണം സെർബിയയിലത്തെ ഒരാൾ, ഇത് ഗൗറിലോ പ്രിൻസിപ്പോ എന്നൊക്കെയാണ് പേര്, അദ്ദേഹം ഈ ആസ്ട്രിയയിലെ രാജ്യത്തിൻ്റെ കിരീടാവകാശി, ആസ്ട്രിയ ഹംഗറി കൂട്ടുകെട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കിരീടാവകാശിയായിട്ട് ഉള്ള ഒരു ആർച്ച് ഡ്യൂക്ക്
ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്നൊരാൾ ആ രാജകുമാരനെ കൊന്നു. രാജകുമാരനെയും ഭാര്യയും കൊന്നു. അതാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള കാരണം. പിന്നെ അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ അവരുടെ രണ്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഓരോ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്തു. അപ്പോൾ അലൈഡ് ഫോഴ്സസ് ഉള്ളതാണ് അത് സെർബിയയുടെ ഒപ്പം നിന്നതാണ് റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി തുടങ്ങിയവ. US പിന്നീട് ചേർന്നു. ആദ്യത്തെ 2 കൊല്ലം US എന്ത് ചെയ്തു വെച്ചാൽ 2 കൂട്ടർക്കും യുദ്ധത്തിനുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യായിരുന്നു. 2 പേർ കൊടുത്തിരുന്നു. മറ്റേ ഭാഗത്ത് സെൻട്രൽ പവർ പറഞ്ഞിട്ട് അതിൽ ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ബൾഗേറിയ, ഓട്ടോമൻ എംപയർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, ചുരുക്കത്തിൽ 30 രാജ്യങ്ങൾ പങ്കെടുത്തുണ്ട് ഈ യുദ്ധത്തിൽ. അതിൻ്റെ ഫലമായിട്ട് 1.7, അതായത് 1,70,00,000 ആൾക്കാർ മരിച്ചു. അപ്പോൾ ഇതിൽ ഈ ഭടന്മാർ മരിക്കുമ്പോൾ അവരുടെ ഭാര്യമാർ, പലരും വിവാഹം കഴിച്ചവരാകും. ആ ഭാര്യമാർ അതിലൊരു 50% ആണെച്ചാൽ തന്നെ ഒരു 85 ലക്ഷം വരുമല്ലോ ഈ വിധവകളായിട്ട് വരിക. അപ്പോൾ സാധാരണ നിലയ്ക്ക് വിധവകളായി കഴിഞ്ഞാൽ അവർ പിന്നെ പ്രസവിക്കില്ല. അപ്പോൾ നിഷ്ഫലമായി അസംഖ്യം. സ്ത്രീജനം നിഷ്ഫലമായി. എന്ത് കാരണം? ആസ്ത്രിയ സെർവ്യ നൃപമത്സരേണ. ആസ്ത്രിയയിലെ അതുപോലെ സെർബിയ അവിടുത്തെ രാജാക്കന്മാർ തമ്മിലുള്ള മത്സരം കാരണം അനവധി അസംഖ്യം സ്ത്രീജനം നിഷ്ഫലമായി വന്നു. നിഷ്ഫലം എന്ന് പറയാൻ കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണെങ്കിലും സ്ത്രീജനം എന്നുള്ള ഒന്നിച്ച് പറഞ്ഞാൽ അത് നപുംസക ലിംഗാണ്. അത് കാരണമാണ് നിഷ്ഫലമായി, അസംഖ്യം നിഷ്ഫലമായി. അപ്പോൾ കുറേ സ്ത്രീകൾക്ക് വിധവകളായി. അവർക്ക് പിന്നെ സാധാരണ നിലയ്ക്ക് സന്തതിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതി. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ മത്സരിച്ചപ്പോൾ ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടു, കുറേ സ്ത്രീകൾ വിധവകളായി. അങ്ങനെ യുദ്ധത്തിൻ്റെ കെടുതി പലതാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോഴും 18 അക്ഷൗഹിണിയായിരുന്നു കൗരവപ്പടയ്ക്ക്, 11 അക്ഷൗഹിണി പാണ്ഡവന്മാർക്കുണ്ട്. അതിലൊക്കെ നശിച്ചു. പഞ്ചപാണ്ഡവന്മാരൊഴികെ അവരുടെ മക്കളടക്കം ആ പരീക്ഷിത്ത് മാത്രം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ, ആണുങ്ങൾ മുഴുവൻ നശിച്ചു നമ്മൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നാശനഷ്ടങ്ങൾ വളരെ അധികമാണ്. ഇനി അടുത്ത ആ ഒരു വേറൊരു പാഠഭേദമുണ്ടല്ലോ, അത് നോക്കുകയാണെന്ന് വെച്ചാലും നാസ്തിഹ റഷ്യക്കിള എന്ന് വന്നു. അതും യുദ്ധത്തിൻ്റെ ഫലമായിട്ട് റഷ്യക്ക് 30% അവരുടെ രാജ്യം നഷ്ടമായി എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് അതിൽ കാണാൻ പറ്റും. അതും ഉക്രൈൻ, ബെലാറസ്, അതുപോലെ തന്നെ ബാൾട്ടിക് റിപ്പബ്ലിക് ഓഫ് ലിത്വാനിയ, ലാറ്റ്വിയ എന്നൊക്കെ പറഞ്ഞിട്ട് 30% അവരുടെ ഭൂമി നഷ്ടമായി. അപ്പോൾ ഇത് മറ്റുള്ള പാർട്ടികൾക്ക്, ഇപ്പോൾ ഈ ആസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള യുദ്ധത്തിൽ മറ്റു പാർട്ടികൾക്കും നഷ്ടം വന്നു. അതിൽ ഇന്ത്യക്കും ഉണ്ട് നഷ്ടം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ആയിരുന്നല്ലോ ഇവിടെ അന്ന് നമ്മളെ ഭരിച്ചിരുന്നത്. അവർ സൈന്യത്തോടൊപ്പം പോരാടി മരിച്ച ഇന്ത്യൻ പട്ടാളക്കാർ, അത് എത്രയാണെന്ന് കൃത്യം കണക്കൊന്നുമില്ല. ഈ അവർക്ക് അവരുടെ സ്മരണയ്ക്കായി എഡ്വിൻ ല്യൂട്ടൺ എന്നുള്ള വാസ്തുശില്പി ഉണ്ടാക്കിയതാണ് ഈ ഇന്ത്യൻ ഗേറ്റ്. 1921 അത് നിർമ്മാണം തുടങ്ങി 1931 കഴിഞ്ഞ്. ഡൽഹിയിൽ ആ സ്മാരകം കാണാൻ പറ്റും. അത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ
ബ്രിട്ടനെ സഹായിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ളതാണെന്നർത്ഥം. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ ആ രണ്ട് പാർട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, മറ്റുള്ളവർക്കും വല്ലാതെ അധികം വരും ഉള്ളതിനൊരു ഉദാഹരണമാണ് കവി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ആസ്താം മിഥോ മത്സരികൾക്കു നാശം പാർത്ഥാലത അന്യർക്കു വരുന്നുവല്ലോ ആസ്ത്രീയ സർവ്യാ നൃപമത്സരേണ ഹാ സ്ത്രീജനം നിഷ്ഫലമായി അസംഖ്യം. നാലാമത്തെ വരി നാസ്തി ഹർഷ്യക്കിള എന്നു വന്നു. രണ്ട് പാഠം എടുത്താലും തെറ്റൊന്നുമില്ല, രണ്ടും വളരെ ശരിയായിട്ടുള്ള ഉദാഹരണമാണ്. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളെ നമസ്കാരം. ഈ ശ്ലോകത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണിയായിരുന്നു, പാണ്ഡവപക്ഷത്ത് 7. അങ്ങനെ മൊത്തം 18 അക്ഷൗഹിണിയാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. ഒരു ആന, ഒരു തേര്, 3 കുതിര, 5 കാലാൾ, ഇത്രയും കൂടിയ ഒരു സൈന്യത്തിന് പത്തി എന്ന് പേര്. പിന്നെ 3 പത്തി ഒരു സേനാമുഖം, 3 സേനാമുഖം ഒരു ഗുൽമം, 3 ഗുൽമം ഒരു ഗണം, 3 ഗണം ഒരു വാഹിനി, 3 വാഹിനി ഒരു പ്രതന, 3 പ്രതന ഒരു ചമു, 3 ചമു ഒരു അനേകിനി, 10 അനേകിനി ഒരു അക്ഷൗഹിണി എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഈ കണക്കനുസരിച്ചിട്ട് 21,870 ആന, 21,870 തേര്, 65,610 കുതിര, 1,09,350 കാല, ഇത്രയും കൂടിയ ഒരു സൈന്യ വിഭാഗമാണ് ഒരു അക്ഷൗഹിണി. അതായത് 2 ലക്ഷത്തിലധികം ജീവജാലങ്ങൾ ഉണ്ട് ഒരു അക്ഷൗഹിണിയിൽ. അങ്ങനെ 18 അക്ഷൗഹിണി മുഴുവനും നശിച്ചത് മഹാഭാരത യുദ്ധത്തിലാണ്. അന്നത്തെ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം നശിച്ചുപോയി എന്ന് നമുക്ക് കാണാം. അത് എന്തു കാരണം? ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള മത്സരം മൂക്ക് കാരണം. അതിനാൽ കുട്ടികളെ കഴിയുന്നത്ര വൃഥാമത്സരം ഒഴിവാക്കണം എന്നതാണ് കവി നമ്മെ ഉപദേശിക്കുന്നത്. നമുക്കത് സ്വീകരിക്കാം. എല്ലാവർക്കും നമസ്കാരം.